എയർഫോഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ട്രിഗണോമെട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എയർഫോഴ്സിൻ്റെ വൈ ഗ്രൂപ്പിൽ നിന്നാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 135. tan 135ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു 90 ഡിഗ്രി വരെയൊക്കെ ടേബിളിൽ പഠിച്ചിട്ടുള്ളൂ. 135 ഒക്കെ ചോദിക്കുമ്പോൾ പഠിച്ചവർക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, tan 180 - 45 എന്ന് എഴുതും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, tan 90 + 45 എന്ന് എഴുതും. അതായത് നമ്മൾ 90യോ 180യോ വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ tan 90 + 45 പറയുമ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ എന്താവും, സൈൻ ചേഞ്ച് ആകും. സൈൻ എന്താവും, കോട്ടാവും. കോട്ട് 45 എന്നാകും. പക്ഷെ കോട്ട് 45 നമ്മൾ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സാധാരണ സൈൻ കോസ്റ്റാൻഡ് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ചെയ്ത് നോക്കാം. അപ്പോൾ tan 180 - 45 tan 180 - 45 പറയുമ്പോൾ സൈൻ ചേഞ്ച് ആവുമല്ല. അപ്പോൾ tan തന്നെ എഴുതാം, tan 45. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുമ്പോൾ ഇതിൻ്റെ സൈൻ ഏതായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സൈനിനെ കുറിച്ച് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ASTC റൂൾ ഉപയോഗിക്കണം. ASTC. A പറയുമ്പോൾ ഓൾ, S പറയുമ്പോൾ സൈനും കൊസീക്കും, ടാൻ പറയുമ്പോൾ ടാനും കോട്ടും, C പറയുമ്പോൾ കോസും സീക്കും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക പറയുമ്പോൾ ആദ്യം നമ്മൾ ASTC ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഇവിടെ 0 എഴുതുക. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഇവിടെ 360 ഡിഗ്രി, പിന്നെയും 90 ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഇനി 180 - 45 അല്ലേ, സിമ്പിളാണ്. 180 പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ നിന്ന് തുടങ്ങണം, ഈ 0 എന്ന് തുടങ്ങണം. 0 എന്ന് 180 പറയുമ്പോൾ എത്രയാണ്, അത്ര ഇതുവരെ. 180 നിന്ന് 45 ഡിഗ്രി കുറയ്ക്കുക പറയുമ്പോൾ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ഇതിൻ്റെയും സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഏതാ ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് പറയുമ്പോൾ ഏതാ, സൈനും കൊസീക്കുമാണ്. സൈനും കൊസീക്കും. അപ്പോൾ സൈനും കൊസീക്കിനും നിന്ന് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് സൈനും കൊസീക്കും ആണെങ്കിൽ പോസിറ്റീവ് എഴുതാം, ബാക്കി എന്താണെങ്കിലും നെഗറ്റീവ്. ഇവിടെ സൈനും കൊസീക്കും ആണോ, അല്ല, ഇവിടെ ടാൻ ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്, സൈനും കൊസീക്കും ആണെങ്കിൽ പോസിറ്റീവ് എഴുതാം, അല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവ് എഴുതാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ്. അതിൽ നോക്കുവാണെങ്കിൽ ഇതും നമുക്ക് നോക്കാം. ഇതും നോക്കുകയാണെങ്കിൽ 90 പറയുമ്പോൾ ഇവിടെ ഇതുവരെ, ഇവിടെ നിന്ന് 45 ഡിഗ്രി കൂട്ടുക. 45 ഡിഗ്രി കൂട്ടുക പറയുമ്പോൾ അതും ഇവിടെ തന്നെ, അതും സെക്കൻഡ് ക്വാഡ്രൻറ്റാണ്. അപ്പോൾ അതെന്താ, സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഇവിടെ സൈനും കൊസീക്കും ആണോ, അല്ല, ഇവിടെ കോട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ഇതിനെ. ഈ tan 135 ഡിഗ്രി തന്നെയാണ് ഈ -tan 45 ഡിഗ്രിയും. രണ്ടും സെയിം ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതി, കാരണം നമ്മൾ 135 ഡിഗ്രിനെ അറിയില്ലല്ലോ. tan 45 ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി മറ്റേ ടേബിൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും ഇതിൻ്റെ. അപ്പോൾ ടേബിൾ നോക്കുമ്പോൾ എന്താ, tan 45 1 ആണ്. tan 45 1 ആണ്. അതേപോലെ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവും കൂടി, അപ്പോൾ -1. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. താങ്ക് യു.